നിൽക്കുന്ന ആളുകളോ ചിലപ്പോൾ പ്രതികരിക്കാറില്ല. ബാക്കിയുള്ള ആൾക്കാർ അതേപോലെയല്ല. അവർക്കുണ്ട് ഈ പറയുന്ന വികാരങ്ങളുണ്ട്. അവർക്കും അവര് അപമാനിക്കപ്പെട്ടു എന്നുള്ള തോന്നലുണ്ട്. അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും. അത് ഏത് രീതിയിലാണ്, അതിൽ ആരാ ജയിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ പിന്നീട് ഈ ദേഷ്യം നമുക്ക് ദോഷകരമായിട്ട് ഭവിക്കാറുണ്ട്. അവിടെയാണ് ഈ ദേഷ്യം നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ദേഷ്യമുണ്ടാകുന്ന സന്ദർഭങ്ങൾ, ആ ദേഷ്യം നമുക്ക് ദേഷ്യം വന്നു എന്ന് നമുക്കറിയാം. രണ്ട് തരം ദേഷ്യമുള്ളത്. ഒന്ന് നീതീകരിക്കുന്ന ദേഷ്യവും നീതീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങളുമാണ്. നീതീകരിക്കുന്ന ദേഷ്യത്തെയും നമ്മൾ കരുതിയിരിക്കണം. നീതീകരിക്കുന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എനിക്ക് നീതീകരിക്കാനായിട്ട് മറ്റുള്ള ആളിനോട് അർഹത ഉണ്ട് എന്ന് പറയുന്ന ഒരു ദേഷ്യമുണ്ട്. അതും നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു ദേഷ്യമാണ്. ഇവിടെ കുഴപ്പം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുകയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. നമ്മൾ എങ്ങനെയല്ല അയാൾ ഇന്ന് പ്രതീക്ഷിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും.